नमस्ते, आप सबका एक बार फिर हार्दिक स्वागत है। हिंदी साहित्य के इतिहास को जानने और पहचानने का हमारा ये जो सिलसिला है यहाँ शुरू हो रहा है। वैसे हिंदी भाषा तो आप बचपन से सीख रहे होंगे। साहित्य की अलग अलग विधाएं जैसे कविता, कहानी, नाटक, उपन्यास, इन सभी का आस्वादन भी आपने कभी न कभी किया ही होगा। तो आज से हासिल करते हैं जानकारी उन विधाओं के उद्भव एवं विकास के बारे में। वैसे आप में से कईयों को लगेगा, वाई शुड आई स्टडी हिस्ट्री? भाई साहित्य पढ़ना है तो सीधे साहित्य का आस्वादन कर लेंगे, उसके इतिहास को, उसके हिस्ट्री को जानने की क्या ज़रूरत है। और ये ज़रूरी भी है, किसी भी चीज़ को पढ़ने से पहले आपको ये जानना ज़रूरी है कि आखिर इसकी ज़रूरत क्या है। तो हम समझाते हैं हिंदी साहित्य के इतिहास को पढ़ने की ज़रूरत क्या है। आई विल गिव यू 4 पॉइंट्स ऑन वाई यू शुड नो हिस्ट्री। नंबर 1, हिस्ट्री कनेक्ट्स थिंग्स थ्रू टाइम्स। काल के अनुसार अलग अलग चीज़ों से उनका जो रिश्ता है वो जोड़ने में इतिहास हमारी मदद करता है। और उस हिसाब से देखें तो साहित्य को पूर्ण रूप से कालक्रम के अनुसार समझने की मदद कौन करता है? ഇതിഹാസ് करता है. അതാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. നമ്മൾ ഹിന്ദി സാഹിത്യം പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസം പഠിക്കണം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കും. കാലഘട്ടം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ വിലയിരുത്താനുള്ള, ഓരോ സാഹിത്യ രചനകളും വിലയിരുത്താനുള്ള ഒരു കഴിവ് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി അറിയുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ. സെക്കൻഡ് പോയിൻറ്റ്, a strong understanding of the historical context can give students a better understanding and appreciation for the situation और नरेशन. जैसे आप किसी नॉवल का आस्वादन कर रहे हैं, किसी उपन्यास का जो देश विभाजन से संबंधित हो, मान लीजिए इंडिया पाकिस्तान पार्टीशन से संबंधित है वो नॉवल, आप उस समय की सामाजिक परिस्थितियों के बारे में जानेंगे, इंडिपेंडेंस स्ट्रगल के बारे में जानेंगे, तब जाकर आप उस नरेशन को यानी उस उपन्यास में कही गई बातों को आप भली भांति समझ पाएंगे, है ना. ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്തായിരുന്നെന്നും അതിൻ്റെ ആ ഒരു സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു എന്നറിഞ്ഞാലേ ആ കാലഘട്ടത്തിലെ കവിതയായാലും നോവലായാലും അത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു രചന അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതിൻ്റെ ഹിസ്റ്ററി. തേർഡ് പോയിൻറ്റ്, ഹിസ്റ്ററി ഹെൽപ്സ് ടു നോ द सोशियो कल्चरल पर्सपेक्टिव्स. सामाजिक सांस्कृतिक परिस्थितियों को जानेंगे तभी उस समय की रचनाओं के मर्म को समझ सकेंगे. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏത് രചന എടുത്താലും ഒരു കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് ആ ഒരു രചന. ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഓരോ എഴുത്തുകാരനും. അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാലഘട്ടത്തിനെ മനസ്സിലാക്കാതെ നമുക്കൊരു രചന, ഒരു നരേഷൻ, അതിൻ്റെ ആ ഒരു സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റ് മനസ്സിലാക്കാതെ നമുക്ക് ആ രചനയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒക്കില്ല. जैसे उदाहरण के तौर पर कहें तो मुगल साम्राज्य के समय में जब दरबारी संस्कृति भारत में छाई हुई थी तब का कल्चर कुछ अलग था. दरबारी कल्चर, दरबारों में नाच गान का माहौल था और कवि उस हिसाब से रचना करते थे. മുഗൾ എംപയർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തുള്ള ആ ഒരു രചനകൾ ആ രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. രാജാക്കന്മാരുടെ ഒരു ശൗര്യം, വീര്യം, റാണിമാരുടെ സൗന്ദര്യം, ഇതൊക്കെ വർണ്ണിക്കുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ കവികളുടെ ഒരു കവിധർമ്മം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ഒരു സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റ്, ഇന്ത്യയുടെ ആ കാലഘട്ടത്തിലെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ആ രചനയെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഒക്കുകയുള്ളൂ. You have to be aware of the historical context of that particular era. Same way, history helps to learn the trends and events. ഓരോ ട്രെൻഡ്, ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡുണ്ട്. ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റൊമാൻറ്റിസിസം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. നേച്ചർ ലവിങ് പോയറ്റ്സ്, ഒരു കൂട്ടത്തോടെ കുറേ പോയറ്റ്സ് നേച്ചർ ലവിങ് പോയിട്രി എഴുതുന്നതും ഹിന്ദിയിൽ അതിനെ ഛായാവാദി യുഗ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ട്രെൻഡായിരുന്നു.
അതുപോലെ തന്നെ കമ്മ്യൂണിസം അതിൻ്റെ പരമോന്നതയിൽ നിൽക്കുമ്പോൾ ആ ചിന്താഗതി പ്രതിഫലിപ്പിക്കുന്ന രചനകൾ വലിയ തോതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊരു ട്രെൻഡായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവൻ്റെ കഥ പറയുന്ന കഥകൾ, പാവപ്പെട്ട കർഷകൻ്റെ, കൂലിപ്പണിക്കാരൻ്റെ കഥ പറയുന്ന കഥകൾ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ എഴുതപ്പെട്ടിരുന്നു. അതൊരു ട്രെൻഡായിരുന്നു. സോ ഇങ്ങനത്തെ ട്രെൻഡുകൾ അറിയാനും നമുക്ക് ഈ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നൗ ഓൾ ഓഫ് യു മസ്റ്റ് ഹാവ് been convinced as to why we should learn history, right? तो अब चलते हैं हिंदी साहित्य के काल विभाजन की ओर. ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കാൽ വിഭാജൻ. എങ്ങനെയാണ് ഓരോ കാലഘട്ടം അനുസരിച്ച് ഈ ഹിസ്റ്ററിനെ വിദ്വാൻമാർ, ഹിസ്റ്റോറിയൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. हिंदी साहित्य के इतिहास की एक परंपरा है जिसे हम एक एक करके देखेंगे. हिंदी साहित्य के इतिहास लेखन का सबसे पहला प्रयास एक फ्रेंच विद्वान ने किया. गासा द तासी नामक एक फ्रेंच स्कॉलर ने. है ना इंटरेस्टिंग? इट वॉज इन 1839 और उनकी रचना का नाम था इस्तवार द ला लिटरेचर एंदुई हिंदुस्तानी. So you have to keep in mind it was a Frenchman who made an attempt to write the history of Hindi literature for the first time. ഈ ഗ്രന്ഥ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അത് കാരണം അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എബവ് ദാറ്റ്, അതിലുപരി इसमें कविता के रचनाकाल का निर्देश किया गया है. इस ग्रंथ का महत्व केवल इसी दृष्टि से है कि इसमें हिंदी काव्य का सर्वप्रथम इतिहास प्रस्तुत करने का प्रयास किया गया है तथा कवियों के रचनाकाल का भी निर्देश किया गया है. ഇത് ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ ആധികാരികമായ ഗ്രന്ഥമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് ഈ ഫ്രഞ്ച് സ്കോളറിൻ്റെ ഗാസാ ദ താസിയുടെ ഈ ഒരു രചന വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. गासा द तासी के प्रथम प्रयास के बाद 1883 में शिव सिंह सेंगर ने शिव सिंह सरोज नामक ग्रंथ प्रकाशित किया, जिसमें कवियों का जीवन चरित्र एवं उनकी कविताओं के उदाहरण सहित प्रस्तुत किया गया है. അതിനുശേഷം ശിവ് സിംഗ് സേങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് 1883 ശിവ് സിംഗ് സരോജ് നാമക് ഇതിഹാസ് ഗ്രന്ഥ് ലിഖ. അതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? കവിയോं का जीवन चरित्र एवं उनकी कविताओं के उदाहरण सहित इसमें प्रस्तुत किया गया. പോയറ്റ്സ് എന്നെടുത്ത് പറയുന്നത് ആദ്യം ഹിന്ദി സാഹിത്യത്തിൽ കവിതയായിരുന്നു ഉണ്ടായിരുന്നത്. നോവൽ, എസ്സേ, വൺ ആക്ട് പ്ലേ, ഡ്രാമ ഇതെല്ലാം പിന്നീട് വന്ന ഫോംസ് ഓഫ് ലിറ്ററേച്ചറാണ്. അപ്പോൾ അന്ന് കവികളുടെ ജീവൻ ചരിത്രം, അവരുടെ ഒരു ബയോഗ്രഫിയും അതുപോലെ തന്നെ കവിതാओं के उदाहरण को भी उसमें सम्मिलित किया गया था. അതാണ് ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ശിവസിംഗ് സരോജിൽ കവികളുടെ ബയോഗ്രഫി ഇൻക്ലൂഡ് ചെയ്തു. ഒപ്പം തന്നെ അവരുടെ കവിതകളുടെ അല്പം എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്തു. അതായിരുന്നു ആദ്യത്തെ ഗ്രന്ഥത്തിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തിയത്. उसके बाद 1888 में जॉर्ज ग्रियर्सन ने मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान नामक ग्रंथ लिखा, जिसे सच्चे अर्थों में हिंदी साहित्य का पहला इतिहास कहा जा सकता है. അതിനുശേഷം 1888 മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ് ജോർജ് ഗ്രിയർസൺ എഴുതിയ ഗ്രന്ഥ് വളരെ നല്ലൊരു ഹിസ്റ്റോറിക്കൽ അറ്റംപ്റ്റ് ആയിരുന്നു. 1888 എഴുതപ്പെട്ട ഈ ഹിസ്റ്ററി ടെക്സ്റ്റ് ഹിന്ദി സാഹിത്യ രചനകളുടെ ഒരു ആധികാരിക ടെക്സ്റ്റ് ആയിരുന്നു. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് 3 ഏർലി ടെക്സ്റ്റ് റിലേറ്റഡ് ടു ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഗാർസാ ദ താസി ആൻഡ് ഹിസ് വർക്ക്. എന്താണ് വർക്കിൻ്റെ പേര്? ഇസ്തവാർ ദ ലാ ലിറ്ററേച്ചർ എൻദുയി ഹിന്ദുസ്ഥാനി. സെക്കൻഡ് വൺ ശിവ് സിംഗ് സേങ്കർ, അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര് ശിവ് സിംഗ് സരോജ്. തേർഡ് വൺ ജോർജ് ഗ്രിയർസൻ്റെ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ. फोर्थ अटेम्प्ट वॉज डन बाय मिश्रबंधु. मिश्रबंधुओं ने मिश्रबंधु विनोद नामक ग्रंथ 1913 में प्रकाशित किया.
നോക്കിയേ, മിശ്രബന്ധുവോനെ അവർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു, ഒരു വ്യക്തിയല്ല മിശ്രബന്ധു. അതുകൊണ്ടാണ് മിശ്രബന്ധുവും എന്ന പ്ലൂറൽ യൂസ് ചെയ്തത്. आपने नोट किया होगा यहाँ मिश्रबंधुओं क्यों मेंशन किया गया है, इसलिए कि वे 3 लोग थे, ഗണേഷ് ബിഹാരി മിശ്ര, ശുക്ദേവ് ബിഹാരി മിശ്ര ആൻഡ് ശ്യാം ബിഹാരി മിശ്ര. ഇത് നെറ്റ് കോച്ചിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രം ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുള്ളൂ ഈ പേരുകൾ. അതിലെപ്പോഴും ചോദിക്കാറുണ്ട് മിശ്രബന്ധു ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു. നിങ്ങൾ ഡിഗ്രിക്കാർ ഇത്രയും അറിഞ്ഞാൽ മതി. മിശ്രബന്ധു വിനോദ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥ എഴുതി, ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച്. मिश्रबंधु विनोद वॉज पब्लिश इन 1913 और इसमें लगभग 5000 കവിയോं को സ്ഥാൻ दिया गया. 5000-ഓളം കവികളുടെ ഡീറ്റെയിൽസ് ഈ മിശ്രബന്ധു വിനോദിൽ ഇൻക്ലൂഡ് ചെയ്തു. ഈ 4 ഗ്രന്ഥങ്ങൾ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത 4 ഗ്രന്ഥങ്ങളുടെ പേര് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഈ 4 ഗ്രന്ഥകർത്താക്കളുടെയും പേര് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഗാസാദാസി, ശിവസിംഗ് സേങ്കർ, ജോർജ് ഗ്രിയേഴ്സൺ ഓർ മിശ്രബന്ധു. ഇത്രയും ക്ലിയർ ആയല്ലോ. ഈ 4 ഗ്രന്ഥങ്ങളും ആദ്യത്തെ അറ്റംപ്റ്റ്സ് ആയിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഇമ്പോർട്ടൻറ്റുമായിരുന്നു. പക്ഷേ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു ചലനം സൃഷ്ടിച്ച എഴുത്തുകാരനായിരുന്നു ആചാര്യ രാമചന്ദ്ര ശുക്ല. आचार्य रामचंद्र शुक्ल हिंदी साहित्य के इतिहास लिखने वालों में एक महत्वपूर्ण स्थान रखते हैं. उन्होंने कवियों और साहित्यकारों के जीवन चरित्र संबंधी जानकारी के स्थान पर उनकी रचनाओं के साहित्यिक मूल्यांकन को പ്രമുഖത दी. ആചാര്യ രാമചന്ദ്ര ശുക്ലജി ഹിന്ദി സാഹിത്യ ക ഇതിഹാസ് എന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ടെക്സ്റ്റിൽ അദ്ദേഹം എന്ത് മാറ്റമാണ് വരുത്തിയത്? കവികളുടെ ബയോഗ്രാഫി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഉൻകി രചനാओं സാഹിത്യക് മൂല്യാങ്കൻ, അവരുടെ രചനകളുടെ ഒരു ലിറ്റററി അപ്രിസിയേഷൻ, അതിനെ വിലയിരുത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിൽ അദ്ദേഹം കൊണ്ടുവന്നത്. और 1929 में प्रकाशित उनकी फेमस रचना का नाम है हिंदी साहित्य का इतिहास. रामचंद्र शुक्ल की इस रचना ने हिंदी साहित्य के इतिहास को भली भांति पहचानने में काफ़ी मदद की. ഇപ്പോഴും രാമചന്ദ്ര ശുക്ലൻ്റെ ഈ ഒരു രചന, ഹിന്ദി സാഹിത്യ ക ഇതിഹാസാണ് ഏറ്റവും ആധികാരികമായി അറിയപ്പെടുന്ന ഒരു ഇതിഹാസ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഗാസാദാസി, ശിവസിംഗ് സേങ്കർ, ജോർജ് ഗ്രിയേഴ്സൺ, മിശ്രബന്ധു ഇവരെല്ലാം ഒരു അറ്റംപ്റ്റ് നടത്തി. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഗ്രന്ഥനാണ്. ആരുടെ? ആചാര്യ രാമചന്ദ്ര ശുക്ലൻ്റെ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. ഈ രചന പബ്ലിഷ് ആയതിന് ഒരു 100 വർഷങ്ങൾക്ക് ശേഷമാണ് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ഹിന്ദി സാഹിത്യ കി ഭൂമിക എന്ന പേരുള്ള ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തത്. സോ ഓൾമോസ്റ്റ് ഒരു 100 ഇയേഴ്സ് വരെ ആചാര്യ രാമചന്ദ്ര ശുക്ല, അദ്ദേഹം വളരെ സ്കോളർലി പേഴ്സൺ ആയിരുന്നു, വളരെയധികം ടാലൻറ്റഡും ബ്രില്യൻറ്റും ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് 100 വർഷത്തോളം ചാലഞ്ച് ചെയ്യപ്പെട്ടില്ല. അതിനുശേഷം ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദി ഹിന്ദി സാഹിത്യ കി ഭൂമിക എന്ന് പറഞ്ഞ് ഹിസ്റ്ററി ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തു. वस्तुतः आचार्य हजारी प्रसाद द्विवेदी पहले व्यक्ति हैं जिन्होंने आचार्य रामचंद्र शुक्ल की अनेक धारणाओं और स्थापनाओं को चुनौती देते हुए सबल प्रमाणों के आधार पर खंडन किया. ഹസാരി പ്രസാദ് ദ്വിവേദിയും അതേപോലെ തന്നെ ഒരു സ്കോളർലി പേഴ്സൺ ആയിരുന്നു. ആചാര്യ രാമചന്ദ്ര ശുക്ലജിയുടെ ആ ഒരു ടെക്സ്റ്റിനെ പല രീതിയിലും അദ്ദേഹം ഈ ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററിയെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിനെ തർക്കിച്ചുകൊണ്ട് അതിന് പ്രൂഫ് സഹിതം മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി. लेकिन इस ग्रंथ में हजारी प्रसाद द्विवेदी जी एक अलग दृष्टिकोण से हिंदी साहित्य के इतिहास को अप्रोच करते हैं और आचार्य हजारी प्रसाद द्विवेदी के साथ साथ इस क्षेत्र में अवतरित होने वाले एक अन्य विद्वान थे डॉक्टर राम कुमार वर्मा. ഒപ്പം അതേ കാലഘട്ടത്തിൽ ഡോക്ടർ രാംകുമാർ വർമ്മ എന്ന വ്യക്തിയും ഹിന്ദി സാഹിത്യ ഇതിഹാസ് ആ ഒരു ഫീൽഡിൽ വന്നു. 1938 അദ്ദേഹം ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക് ഇതിഹാസ് എന്ന ഒരു ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്ത്. ഇന്നോൾ ഇത്രയും ഓതേഴ്സും അവരുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം.
ഒരു ക്വിക്ക് റീക്യാപ്പ് ചെയ്യാം. ഇത്രയും ഓതേഴ്സും അവരുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം ഈ ഒരു യൂണിറ്റിൽ. എന്തൊക്കെയാണ്? ഗാസ ദ താസീക, ഇസ്തവാർ, ദ ല ലിറ്ററേച്ചർ എൻദുയി ഹിന്ദുസ്ഥാनी, शिव सिंह सेंगर का शिव सिंह सरोज, मिश्रबंधु का मिश्रबंधु विनोद, जॉर्ज ग्रियर्सन का मॉडर्न वर्नैकुलर लिटरेचर ऑफ हिंदुस्तान, आचार्य रामचंद्र शुक्ल जी का हिंदी साहित्य का इतिहास, आचार्य हजारी प्रसाद द्विवेदी जी का हिंदी साहित्य की भूमिका और डॉक्टर रामकुमार वर्मा जी का हिंदी साहित्य का ആലോചനാത്മക് ഇതിഹാസ്. ഇതിൻ്റെ PDF നോട്ട്സും ഞാൻ ഇതിനോടൊപ്പം തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പം വീഡിയോ കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കുക മാത്രം ചെയ്യുക. പിന്നീട് ഇതിൻ്റെ നോട്ട്സ് വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് നിങ്ങൾക്ക് PG ലെവലിലും പിന്നെ നെറ്റ് കോച്ചിങ്ങിന് പോകുന്നവർക്കും യൂസ്ഫുള്ളാണ്. സോ യു ക്യാൻ യൂസ് ഇറ്റ്. साहित्य के इतिहास लेखन में कई समस्याओं का सामना भी इन लेखकों को करना पड़ा. ഈ മേൽപ്പറഞ്ഞ എഴുത്തുകാർ സാഹിത്യത്തിനെ ഇങ്ങനെ ക്രമബദ്ധമായി ഓരോ കാലഘട്ടം അനുസരിച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഓരോ ട്രെൻഡ്സ് അനുസരിച്ച് ഓരോ കാലഘട്ടത്തിന് ഓരോ പേരൊക്കെ കൊടുക്കുമ്പോൾ നാച്ചുറലി ഒരുപാട് തർക്കങ്ങൾ വരും. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ രീതിയിലായിരിക്കും ഈ പേരുകൾ കൊടുക്കുന്നത്. ഓക്കെ. हर एक रचनाकार ने अपने तरीके से ही साहित्य को क्रमबद्ध किया होगा നാച്ചുറലി. ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ സ്റ്റൈലായിരിക്കില്ല ഹസാരി പ്രസാദ് ദ്വിവേദിക്ക്. നാച്ചുറലി ഡിഫറൻസ് വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും വന്നു കാണും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദി സാഹിത്യ के इतिहास लेखन में दो मुख्य बातें विद्वानों के बीच एक समस्या बनकर खड़ी हो गई. ആദ്യത്തേത് കാലവിഭാജൻ കി സമസ്യയായ. കാലവിഭാജൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 15th സെഞ്ച്വറി തൊട്ട് എത്ര സെഞ്ച്വറി നമ്മൾ ആദ്യകാലമായിട്ട് എടുക്കണം, ഭക്തികാല എന്നോട്ട് എന്ന് വരെ, അങ്ങനെ കാൽവിഭാജൻ ഒരു ഇഷ്യൂ ആയിട്ട് വന്നു. പ്ലസ് ഇങ്ങനെ കാൽവിഭാജൻ ചെയ്തതിനെ എന്ത് പേരിടണം, നാമകരൺ കീ സമസ്യയായി. ഒരാൾ ആദികാലിനിടും, അടുത്ത ആൾ അതിനെ വീരഗാഥാകാലിനിടും. കാരണം ആദികാലിന് പേരിട്ട ആൾ ആ കാലഘട്ടം സാഹിത്യത്തിൻ്റെ ആദ്യത്തെ കാലമായതുകൊണ്ടാണ് ആദികാലിനിട്ടത്. വേറൊരാൾ ആ കാലഘട്ടത്തിൽ വീർ കാവ്യമാണ് കൂടുതൽ രചിച്ചപ്പെട്ടത്, അതുകൊണ്ട് വീർഗാഥാകാലിനിടാം. അങ്ങനെ പല തർക്കങ്ങളും വന്നു. ഇൻ ദോ സമസ്യാओं को लेकर विद्वानों में मतभेद यानी डिफरेंस ऑफ ओपिनियन शुरू हो गया. സാഹിത്യത്തിൻ്റെ ഈ ഒരു ഹിസ്റ്ററിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നാച്ചുറലി കുറച്ച് റൂൾസ് അപ്ലൈ ചെയ്തിട്ടാണ് ഇവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. യാത്തോ സാഹിത്യക് പ്രവൃത്തി കെ നാം പർ, ഏതെങ്കിലും ഒരു ട്രെൻഡ്, ലിറ്റററി ട്രെൻഡ് ആ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്ത് പേരിടാം. ലൈക്ക് ഛായാവാദി യുഗ് എന്ന് നമ്മൾ പറയുന്നത്, ഛായാവാദി കവിതകൾ ഒരു കൂട്ടം കവികൾ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഛായാവാദി യുഗ് എന്ന്, അല്ലെങ്കിൽ റൊമാൻറ്റിസിസം അങ്ങനെ, അല്ലെങ്കിൽ പ്രഗതിവാദി യുഗ്, അങ്ങനെ ട്രെൻഡ് അനുസരിച്ച് പ്രവൃത്തി അനുസരിച്ച് പേരിടാം. ചില കാലഘട്ടത്തിനെ ശാസക് ഓർ ഉസ്കെ ശാസൻ കാൽ കെ അനുസാർ, ആരാണ് ആ സമയത്ത് റൂളർ, ആ കാലഘട്ടത്തിനെ ബേസ് ചെയ്തും ലിറ്ററേച്ചറിൽ അങ്ങനെ പേര് വീഴാറുണ്ട്. ലൈക്ക് എലിസബത്തൻ ഏജ് അല്ലെങ്കിൽ വിക്ടോറിയൻ ഏജ്, അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെ പിന്നെ ലോക് നായക് ഓർ ഉൻകെ പ്രഭാവ് കെ ആധാർ പർ, ലൈക്ക് ഗാന്ധി യുഗ് എന്ന് പറയും, അല്ലെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ യുഗ് അങ്ങനെ പറയാം. അല്ലെ പിന്നെ രാഷ്ട്രീയ സിറ്റുവേഷൻ അനുസരിച്ച്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് സ്വാതന്ത്ര്യോത്തർ കാൽ, സ്വതന്ത്രതാ പൂർവ്വ കാൽ, അങ്ങനെയും കാലഘട്ടത്തിനെ ഡിവൈഡ് ചെയ്യാം. ചില കാലഘട്ടത്തിനെ സാഹിത്യകാർക്ക് പ്രഭാവ് കെ അനുസാർ, ജैसे ഏതെങ്കിലും ഒരു കാലഘട്ടം ഒരു പർട്ടിക്കുലർ എഴുത്തുകാരൻ വളരെയധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പ്രേംചന്ദ് യുഗ് എന്ന് പറയാറുണ്ട്, പ്രേംചന്ദോത്തർ യുഗ്, ആ ഒരു പ്രേംചന്ദിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഭാരതേന്ദു യുഗ്, അങ്ങനെ വ്യക്തിയുടെ പേരിലും ചില യുഗ് नामकरण ചെയ്യപ്പെട്ടിട്ടുണ്ട്. तो इस प्रकार विद्वानों में इस काल विभाजन को लेकर तर्क वितर्क हुआ और वो स्वाभाविक भी था. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസത്തിലെ ആദ്യത്തെ കാലിൻ്റെ പേര് വെച്ച് തന്നെ പറയാം. ആദികാലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. मिश्रबंधुओं ने हिंदी साहित्य के इतिहास के प्रथम काल को प्रारंभिक काल नाम दिया. मिश्रबंधु प्रारंभिक काल എന്ന പേര് കൊടുത്തത്. हजारी प्रसाद द्विवेदी ने आदि काल नाम दिया. तो जॉर्ज ग्रियर्सन और डॉक्टर रामकुमार वर्मा ने चारण काल नाम दिया और राहुल सांकृत्याय ने सिद्ध सामंत काल नाम दिया और आचार्य रामचंद्र शुक्ल ने वीर गाथा काल नाम दिया.
हर एक विद्वानों का अपना अपना अलग अलग कारण रहा होगा और इस प्रकार नामकरण करने के पीछे जो भी हो ആദികാൽ നാമകരൺ സബ്സെ അധിക് ഫേമസ് ഹുവ. പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ആ ഒരു കാലഘട്ടത്തിനെ പല പേരുകൾ പല വിദ്വാൻമാരിട്ടെങ്കിലും ഏറ്റവും അധികം പോപ്പുലറായത് ആദികാൽ എന്ന പേരാണ്. आदिकाल ऐसा नाम था जिसे किसी न किसी रूप में सभी इतिहासकारों ने स्वीकार किया. आदिकाल नामकरण से हिंदी साहित्य के इतिहास की भाषा, भाव, विचार आदि से संबंध सभी बातें एकदम से व्यक्त हो जाती है. क्योंकि आदिकाल नाम से भाषा और साहित्य की आरंभिक अवस्था का बोध होता है. ആദികാൽ എന്ന് കേൾക്കുമ്പം തന്നെ ഒരു ശൈശവം ഇല്ലേ, ആദികാൽ ആ ഒരു ബോധം എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആദികാൽ ഏറ്റവും പോപ്പുലർ നെയിമായി. അങ്ങനെ ഇൻ ഷോർട്ട് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് ഈ ഒരു ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കണം. BA ഹിന്ദി ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും മനഃപ്പാഠമാക്കേണ്ട ഒരു കാര്യമാണ്. ആദികാൽ എന്ന് പറയുമ്പം 1050 to 1375 ഈസ്വി ഈ ഒരു കാലഘട്ടം അപ്രോക്സിമേറ്റ് ഇതാണ്. ഭക്തികാൽ എന്ന് പറയുമ്പോൾ 1375 to 1700 ഈസ്വി. രീതികാൽ എന്ന് പറയുമ്പോൾ 1700 to 1900. ആധുനിക് കാൽ എന്ന് പറയുമ്പോൾ 1900 സെ അബ് തക്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും മെമ്മറൈസ് ചെയ്യണം. അതുപോലെ ഇതിൽ പറഞ്ഞ രചനകളുടെ പേരും ഓതേഴ്സിൻ്റെ പേരും എല്ലാമാണ് നിങ്ങൾക്ക് നെറ്റ് എക്സാമിന് വരെ ചോദിക്കുന്നത്. ഇത് ഫർദർ സ്റ്റഡീസിനൊക്കെ ആഗ്രഹമുള്ളവർ ഇതെല്ലാം മെമ്മറൈസ് ചെയ്ത് പോവുക. ഡിഗ്രി പഠിക്കുമ്പം തന്നെ ബേസ് ഉറപ്പായിട്ട് പോയാൽ, കാരണം നെറ്റ് എക്സാമിൻ്റെ നട്ടെല്ലാണ് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് നേരെ ചൊവ്വേ പഠിക്കുന്ന കുട്ടിക്ക് നെറ്റ് എക്സാം തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ആസ്വദിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ക്രമേണ മനസ്സിലാക്കിക്കൊണ്ട് പോവും, മെമ്മറൈസ് ചെയ്തുകൊണ്ട് പോവും. तो आने वाले वीडियोस में उन पर चर्चाएं होंगी. जुड़े रहिए, मस्त रहिए. बाय.